കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ. നമ്മള് എന്താ പറയാനുള്ള, നമുക്ക് ബലവർമ്മനും ഭാര്യയും അവരുടെ പരിപാടി നോക്കാം. നമ്മുടെ ഈ നഗരത്തിൽ മുമ്പ് ബലവർമ്മൻ എന്നൊരു വ്യാപാരി ഉണ്ടായിരുന്നു. കഥ പറയുന്നതാണ്. ചന്ദ്രശ്രീ എന്നായിരുന്നു അയാളുടെ ഭാര്യയുടെ പേര്. നല്ല പേര്. ഒരിക്കൽ വഴിയിലൂടെ നടന്ന ശ്രീലധരൻ എന്ന സുന്ദരനായ യുവാവിനോട് അവൾക്ക് മോഹം തോന്നി. അവൾ തന്റെ സഖിയുടെ സഹായത്തോടെ അയാൾ അവളുടെ വീട്ടിൽ വിളിച്ചു വരുത്തി അവിടെ വെച്ച് രഹസ്യ സംഗമം നടത്തി. അത് പിന്നെ ഒരു നിത്യപരിപാടിയായി മാറി. സ്വാഭാവികമായും ബന്ധുക്കളും വൃത്തരും ഒക്കെ ഇതറിഞ്ഞു. എന്നാൽ പാപം അവളുടെ ഭർത്താവ് മാത്രം ഇതൊന്നും അറിഞ്ഞില്ല കേട്ടോ. അയാൾക്ക് അവളിൽ പൂർണ്ണ വിശ്വാസവുമായിരുന്നു. അതിനിടെ അയാൾ ഒരു രോഗിയായി കിടപ്പിലുമായി. ഒരു ദിവസം അയാൾ രോഗം മൂർച്ഛിച്ച് മരണമടയുകയും ചെയ്തു. അയാൾ മരിക്കുമ്പോൾ ഭാര്യ കാമുകനുമൊത്ത് രമിക്കുകയായിരുന്നു. ഗംഭീരം. ഭർത്താവ് മരിച്ചതറിഞ്ഞവൾ ഓടിയെത്തി ദുഃഖം അഭിനയിക്കുകയും ഒടുവിൽ ചിതയിൽ ഭർത്താവിനോടൊപ്പം ദഹിക്കാൻ തയ്യാറാവുകയും ചെയ്തു. പലരും അവളെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും അവൾ ചിതയിൽ ദഹിക്കുക തന്നെ ചെയ്തു. അത് നന്നായി. സ്ഥിരമായി ജാരസംസർഗം നടത്തിയിരുന്നവൾ സതീവ്രതം അനുഷ്ഠിക്കുന്നതിലെ വൈപരീത്യം ആലോചിച്ചു നോക്കൂ. തപന്തകൻ കഥ ഇങ്ങനെ നിർത്തിയപ്പോൾ ഹരിശിഖൻ എന്ന മന്ത്രികുമാരൻ താൻ ഇതുപോലെയുള്ള മറ്റൊരു കഥ പറയാമെന്ന് പറഞ്ഞു. എന്താ മറ്റൊരു കഥ? അവളുടെ പേര് ദുശ്ശീല. ഇവിടെ അടുത്തുള്ള ഒരു സ്ഥലത്ത് പണ്ട് ദേവദാസൻ എന്നൊരാൾ ഉണ്ടായിരുന്നു. അയാളുടെ സുന്ദരിയായ ഭാര്യയുടെ പേര് ദുശ്ശീല. യോറെന്ന പേര്. എന്നും പേരുപോലെ തന്നെ അവൾ ദുശ്ശീലങ്ങൾക്ക് ഇരിപ്പിടമായിരുന്നു. ഭർത്തൃഭക്തി ഇല്ലെന്ന് മാത്രമല്ല, പരപുരുഷന്മാരിൽ വലിയ കമ്പവും ഉണ്ടായിരുന്ന അവൾ ജാരന്മാർ ധാരാളം ഉണ്ടായിരുന്നു. ഭർത്താവിന് ശല്യമായി തോന്നിയപ്പോൾ അയാളെ കൊല്ലുകയാണ് സൗകര്യമെന്ന് അവൾ തീരുമാനിച്ചു. ഭർത്താവില്ലാതിരുന്ന ദിവസം പകൽ സമയത്ത് അവൾ തന്റെ ജാരന്മാരിൽ ഒരുവനെ ക്ഷണിച്ചു വരുത്തി തട്ടും പുറത്ത് ഒളിപ്പിച്ചിരുത്തി. രാത്രി ഭർത്താവ് ഭക്ഷണം കഴിച്ചുറക്കമായപ്പോൾ ജാരൻ ഇറങ്ങി വന്ന് അയാളെ വെട്ടിക്കൊന്നു. ജാരൻ സുരക്ഷിതമായി എത്തേണ്ടിടത്തെത്തിയ ശേഷം അവൾ ഉറക്കെ നിലവിളിച്ച് ആളെ കൂട്ടി. തൻ്റെ വീട്ടിൽ കള്ളന്മാർ കയറിയെന്നും അവർ തൻ്റെ ഭർത്താവിനെ വധിച്ചു എന്നും അവർ നാട്ടുകാരോട് പരാതി പറഞ്ഞു. നാട്ടുകാർക്ക് പക്ഷെ അതത്ര വിശ്വസനീയമായി തോന്നിയില്ല. കള്ളന്മാർ കയറിയതിൻ്റെയോ പിടിവലി നടന്നതിൻ്റെയോ എന്തെങ്കിലും മോഷണം നടന്നതിൻ്റെയോ ലക്ഷണം കാണാഞ്ഞതിനാൽ അവൾ അവളുടെ 4 വയസ്സായ കുട്ടിയോട് ചോദിച്ചു. കളങ്കമറിയാത്ത കുട്ടി പറഞ്ഞു, നല്ല തടിയുള്ള ഒരാള് ഉച്ചക്ക് വന്ന് തട്ടിൻ പുറത്ത് കയറിയിരുന്നു. രാത്രിയായപ്പോൾ ഇറങ്ങി വന്ന് അച്ഛനെ വെട്ടുന്നത് ഒച്ച കേട്ട് ഉണർന്നപ്പോൾ ഞാൻ കണ്ടു എന്ന് പറഞ്ഞു. കുട്ടി നിഷ്കളങ്കന്മാരല്ലേ കുട്ടികള്. ജാരസംസർഗത്തിൽ വിശ്രുതയാണ് അവൾ എന്നറിയുന്ന നാട്ടുകാർ അപ്പോൾ തന്നെ അവളെയും ആ ജാരനെയും പിടിച്ചു കെട്ടി പിന്നീട് ജാരനെ കൊല്ലുകയും അവളെ നാട് കടത്തുകയും ചെയ്തു. ഇപ്രകാരം പരപുരുഷ സംഗമത്തിൽ തൽപരരായ സ്ത്രീകൾ സ്വഭർത്താവിനെ കൊല്ലിക്കാൻ പോലും മടിക്കാറില്ല. ഇന്നും ഇതുപോലുള്ള എത്രയോ സ്ത്രീകള് നമ്മുടെ ഇടയിൽ ഇങ്ങനെ വിലസുന്നുണ്ട്. കഥ ഇങ്ങനെ ഹരിശിഖൻ പറഞ്ഞു നിർത്തിയപ്പോൾ ഗോമുഖൻ പറഞ്ഞു, ഈ കഥയിൽ ജാരനെ കൊണ്ട് ഭർത്താവിനെ കൊല്ലിച്ചവളുടെ കാര്യമാണല്ലോ നാം കേട്ടത്. എന്നാൽ സ്വന്തം കൈകൊണ്ട് ഭർത്താവിനെ കൊല്ലാൻ തയ്യാറായ കുലടയുടെ കഥ തന്നെ ഞാൻ പറയാം. ആര് പറയുന്നു? ഹരിശിഖൻ അല്ല, ഗോമുഖൻ. ആ ദുർവിധി ഉണ്ടായതാകട്ടെ നമ്മുടെ മഹാരാജാവായ വത്സരാജന്റെ ഭൃത്യനായിരുന്ന വജ്രസാരൻ എന്ന ക്ഷത്രിയ യുവാവിന് അത്രേ. ആ കഥ ഞാൻ പറയാം. മഹാരാജ വത്സരാജന്റെ ഭൃത്യ സമൂഹത്തിൽ ഒരുവനായിരുന്ന വജ്രസാരൻ അതിസുന്ദരിയായ ഒരു യുവതിയെ മാളവദേശത്തു നിന്ന് വിവാഹം കഴിച്ചു കൊണ്ടുവന്നു. അവളുടെ താല്പര്യം കല്യാണം കഴിച്ച പുരുഷനോട് മാത്രമല്ലായിരുന്നു. ജന്മദേശത്ത് അവൾക്ക് പലരുമായും വിവാഹപൂർവ്വ ബന്ധമുണ്ടായിരുന്നു. അവള് സാധാരണക്കാരിയല്ലല്ലോ. ഇതൊന്നും സാധുവായ വജ്രസാരൻ പക്ഷെ മനസ്സിലാക്കിയതുമില്ല. വിവാഹപൂർവ്വമേർന്ന ഒരു മാസം അവൾ ഭർത്താവിനൊപ്പം കഴിഞ്ഞ ശേഷം തനിക്ക് അച്ഛനമ്മമാരെ കാണാൻ കൊതിയുണ്ട്, വീട്ടിൽ കൊണ്ടുപോകണമെന്ന് ആവശ്യപ്പെട്ടു. വജ്രസാരൻ അവളെയും കൂട്ടി ഒരു മാസത്തെ അവധിയെടുത്ത് ഭാര്യാഗ്രഹത്തിൽ ചെന്ന് താമസിച്ചു. അവധി തീർന്നപ്പോൾ അയാൾ മടങ്ങിപ്പോന്നു. അവളാകട്ടെ സൂത്രത്തിൽ അവിടെ തന്നെ നിന്നു. പിന്നെ പഴയ കാമുകന്മാർ ഓരോരുത്തരെയായി സിസ്റ്റം പാലിച്ചിട്ട് സ്വീകരിക്കാനും തുടങ്ങി. ഈ വിവരം അടുത്തൊരു സുഹൃത്തു മുഖേന വജ്രസാരൻ അറിഞ്ഞു. ഉടനെ അയാൾ ചെന്ന് അവളെ കൂട്ടിക്കൊണ്ടു
പോന്നു. വരും വഴി ഒരു കാട്ടിൽ വെച്ചവളെ അയാൾ ചോദ്യം ചെയ്തു. ധിക്കാരത്തോടെയാണ് അവൾ മറുപടി പറഞ്ഞത്. അയാൾ ഉടനെ ചെയ്തുവെന്നോ അവളെ ഒരു മരത്തിൽ പിടിച്ചു കെട്ടി വാളെടുത്ത് വെട്ടാൻ ഒരുങ്ങിയെങ്കിലും അവളുടെ സൗന്ദര്യം കാമാസക്തി ഉളവാക്കുന്ന നോട്ടവും ഒക്കെ കണ്ടപ്പോൾ ഇത്തവണത്തേക്ക് മാപ്പ് കൊടുക്കാമെന്ന് വെച്ച് അവൾ അഴിച്ചു വിട്ടു. പിന്നെ ഇരുവരും അവിടെ ഇരുന്നു. വജ്രസാരനൊന്ന് മയങ്ങിയ തക്കത്തിന് അവൾ എന്ത് ചെയ്തുവെന്നോ അയാളെ മരത്തോട് ചേർത്ത് കെട്ടി. എന്നിട്ട് അയാളുടെ മൂക്കും കാതുകളും വാളുകൊണ്ട് അരിഞ്ഞു കളഞ്ഞു. തുടർന്ന് അവൾ സ്വന്തം വീട്ടിലേക്ക് പോയി. പിറ്റേന്ന് ആരോ കണ്ട് കെട്ടഴിച്ചു വിട്ട അയാൾ ദയനീയമായ സ്ഥിതിയിൽ ഇവിടെ മടങ്ങിയെത്തി. ദുർബലനും ഭീരുവുമായ അയാൾ എല്ലാവരുടെയും പരിഹാസത്തിന് പാത്രമാകുകയും ചെയ്തു. ഇങ്ങനെ അവിശ്വസനീയമാം വിധം ക്രൂര മനസ്സുള്ള സ്ത്രീകളും ഉണ്ട് എന്ന് പുരുഷന്മാർ അറിഞ്ഞിരിക്കണം. അതിനാണ് ഈ കഥ ഞാൻ പറഞ്ഞത്. ഗോമുഖൻ ഇങ്ങനെ കഥ പറഞ്ഞു നിർത്തിയപ്പോൾ മരുഭൂതി മറ്റൊരു കഥ പറയാൻ തുടങ്ങി. മർത്തും കഥ പറയുന്നു. പണ്ട് ദക്ഷിണാപഥത്തിൽ സിംഹബലൻ എന്നൊരു രാജാവ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ഭാര്യമാരെ അനേകം സുന്ദരികൾ അന്തഃപുരത്തിലുണ്ടായിരുന്നെങ്കിലും മാളവ രാജകുമാരിയെ കല്യാണവതിക്കായിരുന്നു ഒട്ടമഹിഷി സ്ഥാനം. അങ്ങനെ ഇരിക്കെ അയൽരാജാക്കന്മാരിൽ ചിലർ ഒത്തുചേർന്ന് സിംഹബലനെ ആക്രമിച്ചു. യുദ്ധത്തിൽ അദ്ദേഹം തോറ്റു. അതോടെ ഭാര്യയോടൊപ്പം അവളുടെ രാജ്യമായ മാളവദേശത്തേക്ക് അദ്ദേഹം ഒളിച്ചോടി. കാട്ടിൽ വെച്ച് ആന, സിംഹം, കൊള്ളക്കാർ തുടങ്ങിയവരോടൊക്കെ അദ്ദേഹം ധീരതയോട് ചെറുത്തു നിന്നു. അങ്ങനെ അപകടമൊന്നും കൂടാതെ അദ്ദേഹം മാളവദേശത്തെത്തി. വിവരമൊക്കെ അറിഞ്ഞപ്പോൾ മാളവ രാജാവ് തന്റെ ചതുരംഗ സേനയെ മുഴുവൻ സിംഹബലന് വിട്ടുകൊടുത്തു. ഭാര്യയെ പിതൃഗൃഹത്തിലാക്കിയിട്ട് അദ്ദേഹം സൈന്യസമേതം സ്വരാജ്യത്തേക്ക് തിരിക്കുകയും ചെയ്തു. രാജാവ് പോകും മുമ്പ് ഭാര്യയോട് കാട്ടിൽ വെച്ച് സിംഹത്തെയും ആനയും കൊള്ളക്കാരെയും ഒക്കെ താൻ കൊന്ന വിവരമൊന്നും പറയണ്ടാട്ടോ, കൊട്ടാരത്തിലെ ക്ഷത്രിയർക്ക് അങ്ങനെ പൊങ്ങച്ചം പറയുന്ന യോഗ്യതയല്ലെന്നും പറഞ്ഞിരുന്നു. പാപം. രാജാവ് പോയ ശേഷം കുറെ ദിവസം പിന്നിട്ടു. ഒരു ദിവസം രാജ്ഞി മട്ടുപ്പാവിൽ നിൽക്കുമ്പോൾ ഏതൊരു സ്ത്രീയും മോഹിതയായി പോകുന്നത്ര സുന്ദരനായ ഒരു നവയുവാവ് നിരത്തിലൂടെ പോകുന്നത് കണ്ടു. അവൾക്ക് അയാളിൽ വല്ലാത്ത മോഹം ജനിച്ചു. പരിചാരകരെ വിട്ട് അയാളെ രഹസ്യമായി തന്റെ മണിയറയിൽ വരുത്തി. രാജ്ഞി അയാളെ കട്ടിലേക്ക് ക്ഷണിച്ചെങ്കിലും ലജ്ജിതനും ഭീരുവുമായ അയാൾ ഒരു മൂലയിൽ മാറി നിന്നതേയുള്ളൂ. അപ്പോൾ എവിടെ നിന്നോ ഒരു പാമ്പ് മുറിയിൽ പ്രത്യക്ഷപ്പെട്ടു. അത് കണ്ട യുവാവ് വല്ലാതെ ഭയന്നുപോയി. ഉടനെ അവൻ അവിടെ ഇരുന്ന് വില്ലും അമ്പും എടുത്തതിനെ അസ്ത്രം തൊടുത്തു കൊന്നു. എന്നിട്ട് എന്തോ വലിയ കാര്യം സാധിച്ച മട്ടിൽ തുള്ളിച്ചാടി വീരവാദം മുഴക്കി. ഇത് കണ്ടപ്പോൾ രാജ്ഞിക്ക് അവന്റെ പൗരുഷത്തിൽ പുച്ഛം തോന്നി. അവനെ പറഞ്ഞയക്കുകയും ചെയ്തു. തന്റെ ഭർത്താവ് എത്ര ശൂരനും പരാക്രമിയുമാണ്. സിംഹം, ആന തുടങ്ങിയവയെ നിസ്സാരമായത് അദ്ദേഹം വധിച്ചത്. എന്നിട്ട് ആ കാര്യമൊന്നും ആരോടും പറയരുതെന്ന് അദ്ദേഹം പറയുകയും ചെയ്തു. അത്ര ധീരശൂര പരാക്രമിയായ തന്റെ ഭർത്താവിന്റെ സ്ഥാനത്ത് വെറും വിഡ്ഢിയും ഭീരുവുമായ ഒരുവനെ താൻ സങ്കല്പിച്ചത് തന്നെ തെറ്റായിപ്പോയില്ലേ എന്ന് അവൾക്ക് തോന്നി. ഇതിനിടെ ശത്രുക്കളെ എല്ലാം തോൽപ്പിച്ച് സിംഹബല രാജാവ് രാജവിസ്തൃതി വർദ്ധിപ്പിച്ചു മടങ്ങിയെത്തി. മനസ്സുകൊണ്ടെങ്കിലും ഒരു നിമിഷം വഴിതെറ്റിയത് പശ്ചാത്തപിച്ചുകൊണ്ട് രാജ്ഞി അദ്ദേഹത്തോടൊപ്പം പിന്നീടുള്ള കാലം മുഴുവൻ പാതിവൃത്യ ശുദ്ധിയോടെ ജീവിക്കുകയും ചെയ്തു. പ്രകാരം മരുഭൂതി പറഞ്ഞ കഥ കേട്ട് സന്തോഷിച്ച് എല്ലാവരും കഥ കേട്ട് ഉറങ്ങാൻ പോയി. ഇനിയിപ്പോ എന്താ ഒരു കഥയും കൊണ്ട് വരുന്നുണ്ട്. പിറ്റേന്നാൾ പ്രഭാതത്തിൽ നരവാഹനദത്തൻ മന്ത്രികുമാരന്മാരായ ചങ്ങാതിമാർക്കൊപ്പം ആരാമത്തിലൂടെ അങ്ങനെ ഉലാത്തുകയായിരുന്നു കേട്ടോ. ആ സമയത്ത് ആകാശത്തിൽ വലിയൊരു പ്രകാശം തെളിഞ്ഞു വന്നു. വൈകാതെ അവിടെ നിന്നും ഏതാനും വിദ്യാധരികൾ ഭൂമിയിലേക്ക് ഇറങ്ങി വരികയും ചെയ്തു. നക്ഷത്രങ്ങൾക്കിടയിൽ അമ്പിളി പോലെ തിളങ്ങി അവരുടെ യജമാനസ്ഥാനം അലങ്കരിക്കുന്ന സുന്ദരിയോട് നരവാഹനദത്തൻ നിങ്ങൾ ആരാണ്, ഇവിടെ വന്നത് എന്തിനാണ് എന്നൊക്കെ ചോദിച്ചു. അത് കേട്ട സുന്ദരി ലജ്ജാവനമ്രമുഖിയായി പറയാൻ തുടങ്ങി. ഹിമാലയത്തിലെ കാഞ്ചനശൃംഗം എന്ന വിദ്യാധര നഗരത്തിന്റെ അധിപനായ സ്ഫടികേശസ് എന്ന രാജാവിന്റെ പുത്രിയാണ് ഞാൻ. വിദ്യാധര രാജാവിന്റെ ശക്തിയശസ് എന്നാണ് എൻ്റെ പേര്. അമ്മ ഹേമപ്രഭ. എനിക്ക് 5 സഹോദരന്മാരുമുണ്ട്. നന്നെ ചെറുപ്പം മുതലേ പാർവതീ ദേവിയെ ഭജിക്കുന്ന എനിക്ക് ദേവി പ്രത്യേകമായ ഒരു അനുഗ്രഹവും ദിവ്യശക്തിയും അനുഗ്രഹിച്ചിട്ടുണ്ട്.
ഭാവി വിദ്യാധര ചക്രവർത്തിയായ നരവാഹനദത്തൻ എന്നെ വിവാഹം കഴിക്കുമെന്നും ദേവി അനുഗ്രഹിച്ചിരുന്നു. ഇന്നലെ രാത്രി ദേവി സ്വപ്നത്തിൽ പ്രത്യക്ഷമായി ഇന്നിവിടെ വന്ന് അങ്ങയെ നേരിൽ കാണണമെന്നും നമ്മുടെ വിവാഹം 1 മാസത്തിനുള്ളിൽ എന്റെ പിതാവ് ഭംഗിയായി നടത്തിത്തരുമെന്നും പ്രവചിച്ചു. അതനുസരിച്ച് അങ്ങയെ ഒന്ന് നോക്ക് കാണുവാൻ മാത്രമായി വന്നതാണ് കേട്ടോ ഞാൻ. ഇനി ഞാൻ പോകട്ടെ. പ്രകാരം പറഞ്ഞു തരുന്നതും മഴവില്യമായും പോലെ അവളും തോഴിമാരും അപ്രത്യക്ഷരാകുകയും ചെയ്തു. തന്റെ ഹൃദയം കവർന്ന അപ്സരസിനോട് അല്പനേരം സല്ലപിക്കാൻ പോലും കഴിഞ്ഞില്ലല്ലോ ഈശ്വരാ എന്ന വിഷമത്തോടെ നിൽക്കുന്ന നരവാഹനദത്തന്റെ കുണ്ഠിതം മാറ്റാനായി ഗോമുഖൻ ഒരു കഥ പറയാൻ തുടങ്ങി. കഥ പറഞ്ഞിട്ടാണ് ഇവരെ സുഖിപ്പിക്കല്. ഹിമാലയ സാനുക്കളിൽ പണ്ട് കാഞ്ചനപുരി എന്നൊരു നഗരമുണ്ടായിരുന്നു. 4 ചുറ്റും ഘോര വനങ്ങളായതുകൊണ്ട് ശത്രുപീഡ ഇല്ലാതിരുന്ന ഐശ്വര്യപൂർണമായ ആ രാജ്യത്തെ രാജാവ് സുമനസ് എന്ന ധീരനായിരുന്നു. നല്ല പേര്. ഒരിക്കൽ രാജാവ് സഭ കൂടിക്കൊണ്ടിരിക്കെ ദ്വാരപാലകൻ വന്ന് മുക്താലത എന്ന പേരുള്ള കിരാത രാജകുമാരി മുഖം കാണിക്കാൻ വന്നു നിൽക്കുന്നതായി അറിയിച്ചു. രാജാവിന്റെ അനുമതി കിട്ടിയപ്പോൾ കയ്യിൽ തൂക്കിപ്പിടിച്ച കൂട്ടിലൊരു തത്തമ്മയുമായി അവൾ രാജസദസ്സിലേക്ക് വന്നു. കിരാത രാജകുമാരി തത്തയും കൊണ്ടാണ് വന്നത്. അഭൂതപൂർവമായ സൗന്ദര്യപൂരം കണ്ട് സഭാവാസികൾ ഇവളെ ഏതോ ദേവസ്ത്രീ തന്നെയെന്ന് അടക്കം പറഞ്ഞു. അവൾ രാജാവിനെ തൊഴുതുകൊണ്ട് പറഞ്ഞു, മഹാരാജൻ, ശാസ്ത്രജ്ഞൻ എന്ന ഈ തത്ത 4 വേദങ്ങളും 6 ശാസ്ത്രങ്ങളും മറ്റു സർവകലാവിദ്യകളും ഗ്രഹിച്ചിട്ടുള്ളവനും കവിയുമാണ്. ഇത്രയും അത്ഭുതകരമായ കഴിവുള്ള ഈ തത്തയെ അവിടത്തേക്ക് സമർപ്പിക്കാനാണ് ഞാൻ വന്നത്. രാജാവ് കിളിക്കൂട് അടുത്ത് കൊണ്ടുവരുവിച്ചു നോക്കി. അത് കണ്ട് തത്ത രാജാവിനോട് ഏത് വിഷമത്തിൽ എന്ത് ചോദ്യം വേണമെങ്കിലും ചോദിച്ചോളൂ എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ രാജാവ് ആ കിളിയോട് തന്റെ ആത്മകഥ ആദ്യം പറയാൻ ആവശ്യപ്പെട്ടു. അതിനുത്തരമായി ആ കിളി പറയാൻ തുടങ്ങി കേട്ടോ. ഹിമാലയ സാനുക്കളിൽ വലിയൊരു പേരാവൃക്ഷമുണ്ട്. അതിൽ അനേകം പക്ഷികൾ കൂടുകൂട്ടി പാർത്തു വരുന്നു. അതിലൊരു കിളിക്കൂട്ടിലാണ് ഞാൻ ജനിച്ചത്. പക്ഷേ നിർഭാഗ്യവാനായ പുത്രനാണ് ഞാൻ. ആണാണിവൻ കേട്ടോ. എൻ്റെ പിറവിയിൽ തന്നെ അമ്മ മരിച്ചു. പിന്നെ അച്ഛനാണ് എന്നെ വളർത്തിയത്. അങ്ങനെ ഇരിക്കും ഒരു ദിവസം കുറെ വേട്ടക്കാർ അവിടെ എത്തി. അവർ അന്ത്യാവോളം മൃഗങ്ങളെ വേട്ടയാടി കൊന്നുകൊണ്ടിരുന്നു. എന്നാൽ അതിൽ ഒരുവന് മാത്രം ഒന്നിനെയും കിട്ടിയില്ല. നിരാശനായ അവൻ ഞങ്ങളുടെ വൃക്ഷച്ചുവട്ടിലെത്തി മേൽപോട്ടു നോക്കി. ആ നീചൻ മരത്തിൽ ധാരാളം പക്ഷിക്കൂടുകൾ ഉണ്ടെന്ന് കണ്ട് വലിഞ്ഞ് കയറി ഓരോ കൂട്ടിലും കൈയിട്ട് മുട്ടകളും കുഞ്ഞുങ്ങളും പക്ഷികളെയും ഒക്കെ എടുത്ത് മാറാപ്പിലാക്കി. അവർ ഞങ്ങളുടെ കൂട്ടിലേക്കും കൈയിട്ടപ്പോൾ ഞാൻ അച്ഛന്റെ ചിറകിനിടയിൽ പറ്റി ചേർന്നിരുന്നു. അവൻ അപ്പോൾ എൻ്റെ അച്ഛന്റെ കഴുത്ത് ഞെരിച്ചു കൊന്നു താഴേക്കിട്ടു. അച്ഛന്റെ ചിറകിന് ഇരുന്നത് കൊണ്ട് താഴെ വീണിട്ട് എനിക്കൊന്നും പറ്റിയില്ല. ഞാൻ അച്ഛന്റെ മൃതദേഹം വിട്ട് ഒരിടത്ത് ഒളിച്ചിരുന്നു. ആ വേടൻ പോയി കഴിഞ്ഞപ്പോൾ ഞാൻ എന്ത് ചെയ്തുന്നോ, തത്തിച്ചാടി ഒരുവിധം അടുത്തുള്ള താമരപ്പൊയ്കയുടെ അടുത്തെത്തി. ആ സമയത്ത് മരീചി എന്ന മഹർഷി സ്നാനത്തിനായി അവിടെ എത്തി. അദ്ദേഹം കരുണയോടെ എന്നെ എടുത്ത് കയ്യിൽ വെള്ളം കോരി അല്പനേരം കുടിപ്പിച്ചു. കുളി കഴിഞ്ഞ് മടങ്ങുമ്പോൾ എന്നെയും അദ്ദേഹം ആശ്രമത്തിലേക്ക് കൊണ്ടുവന്നു. നമ്മുടെ ഭരത ചക്രവർത്തിയുടെ മാതിരി. ആശ്രമാധിപനായ കുലഗുരു പുലസ്ത്യ മഹർഷി എന്നെ നോക്കി ഒന്ന് ചിരിച്ചു. അത് കണ്ട് ശിഷ്യന്മാർ ആ ചിരിയുടെ കാരണം തിരക്കി. അത് കേട്ട് അദ്ദേഹം ഇപ്രകാരം പറഞ്ഞു, ഈ കിളിക്കുഞ്ഞിന്റെ പൂർവജന്മ വൃത്താന്തം ഞാൻ പറയാം. രത്നാകരം എന്ന രാജ്യത്തെ രാജാവായി ജ്യോതിഷ്പ്രഭൻ എന്നൊരു മഹാനുണ്ടായിരുന്നു. ഹർഷവതി എന്നായിരുന്നു റാണിയുടെ പേര്. സന്താന ഭാഗ്യമില്ലാതിരുന്നതിനാൽ അവർ പരമശിവനെ പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥനയുടെ ഫലമായി ഭഗവാൻ കനിഞ്ഞ് അവർക്കൊരു പുത്രൻ ജനിച്ചു. സോമപ്രഭൻ എന്നാണ് അവന് പേരിട്ടത്. എന്താ പേര്? സോമപ്രഭൻ. ആ കുമാരൻ യൗവനപൂർത്തിയായതോടെ അവനെ യുവരാജാവായ പിതാവ് വാഴിക്കുകയും ചെയ്തു. തന്റെ മന്ത്രിയുടെ മകനും രാജകുമാരന്റെ ഉറ്റ ചങ്ങാതിയുമായ പ്രഭാകരൻ എന്ന യുവാവിനെ ഭാവി മന്ത്രിയായി നിയമിച്ചു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഇന്ദ്രസാരഥിയായ മാതരി ഒരു കുതിരയുമായി വന്ന് സോമപ്രഭനോട് പറഞ്ഞു, കുമാരൻ ദേവേന്ദ്രന്റെ സുഹൃത്തായിരുന്ന ഒരു വിദ്യാധരന്റെ പുനർജന്മമാണ്. അതുകൊണ്ട്
ദിവ്യ അശ്വമായ ഉച്ചൈശ്രവസിന്റെ പുത്രനായ അശ്രുശ്രവസ് എന്ന ഈ കുതിരയെ അങ്ങേക്ക് സമ്മാനിക്കുവാൻ എന്നെ നിയോഗിച്ചയച്ചതാണ്. ഇതിന്റെ പുറത്തിൽ ആരോട് യുദ്ധം ചെയ്താലും വിജയം അങ്ങേക്ക് തന്നെ ആയിരിക്കും. പ്രകാരം പറഞ്ഞു കുതിരയെ നൽകിയ ശേഷം മാതലി ദേവലോകത്തേക്ക് മടങ്ങിപ്പോയി. പിന്നീട് അധികം വൈകാതെ തന്നെ പിതാവിന്റെ അനുഗ്രഹത്തോടെ സോമപ്രഭൻ ദിഗ്വിജയത്തിനായി പുറപ്പെട്ടു. എല്ലാ ദിക്കിലുമുള്ള രാജാക്കന്മാർ സോമപ്രഭനോട് തോൽക്കുകയും സാമന്തന്മാരായി മാറുകയും ചെയ്തു. അനവധി രത്നസഞ്ചയം കാണിക്കയെ അവർ ഓരോരുത്തരും സമർപ്പിച്ചു. അങ്ങനെ ഒടുവിൽ അദ്ദേഹം ഹിമാലയ പ്രാന്തത്തിലെത്തി. സേനയെ വിശ്രമിക്കാൻ നിയോഗിച്ചിട്ട് തന്റെ ദിവ്യ അശ്വത്തിന്റെ പുറത്ത് കയറിയകനായി അവിടെ കണ്ട വനത്തിനുള്ളിലേക്ക് നായാട്ടിനായി പുറപ്പെട്ടു. കാട്ടിനുള്ളിൽ രത്നഖചിതനായ ഒരു കിന്നരനെ കണ്ട് അവന്റെ പിന്നാലെ ഒട്ടനവധി ദൂരം കുതിരയെ പായിച്ചു. ഒടുവിൽ കിന്നരൻ പിടികൊടുക്കാതെ എവിടെയോ മറഞ്ഞു. ഇതിനകം താൻ വളരെ ദൂരം പിന്നിട്ട് പോന്നുവെന്ന് രാജകുമാരന് മനസ്സിലായി. അപ്പോഴേക്കും ഇരുട്ട് പരന്നു തുടങ്ങിയിരുന്നു കേട്ടോ. തിരികെ താവളത്തിലേക്ക് ദുസ്സാധ്യം. വല്ലാതെ വിശപ്പും ദാഹവും തോന്നുകയും ചെയ്തു. അവിടെ ഒരു തടാകം കണ്ട് അതിനടുത്ത് കുതിരയെ നിർത്തി. എന്നിട്ട് തടാകത്തിലിറങ്ങി ദാഹമാറുവോളം ശുദ്ധജലം കുടിച്ചു. പിന്നെ ഫലങ്ങൾ പറിച്ചു ഭക്ഷിക്കുകയും ചെയ്തപ്പോൾ ക്ഷീണം മാറി. അവിടെ നീണ്ടു നിവർന്ന് കിടന്ന് വിശ്രമിക്കാനൊരുങ്ങിയ സോമപ്രഭൻ എവിടെ നിന്നോ സംഗീതസ്വരം ഒഴുകി വരുന്നത് കേട്ടു. അത് ലക്ഷ്യമാക്കി നടന്നു ചെന്നപ്പോൾ ഒരു ശിവലിംഗത്തിന് മുന്നിലിരുന്ന് ഭജിക്കുന്നൊരു ദിവ്യ കന്യകയെ കണ്ടു. കുമാരനെ കണ്ടതും അയാൾ ആരാണെന്നും എങ്ങനെ അവിടെ എത്തിയെന്നും മറ്റും ചോദിച്ചു. അതിനുത്തരമായി തന്റെ വൃത്താന്തമെല്ലാം അയാൾ അവളെ ധരിപ്പിച്ചു. തുടർന്ന് അവൾ ആരാണെന്ന് അറിയാൻ താല്പര്യമുണ്ടെന്ന് അറിയിച്ചു. അതിനുത്തരമായി അവൾ ഇപ്രകാരം പറഞ്ഞു. അവൾ എപ്രകാരം പറയുന്നു എന്നുള്ള കഥ നമുക്ക് നാളെ നോക്കാം. നല്ല ഭഗവാൻ പാദത്തിൽ സമർപ്പിച്ച് കായേന വാചാ മനസേന്ദ്രിയേർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൻ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി.